നമസ്കാരം. മുസ്ലിം സ്ത്രീക്ക് കുൽഅ് ചെയ്യാൻ ഭർത്താവിൻ്റെ സമ്മതം വേണോ? സ്വയം വിവാഹബന്ധം ഒഴിയാനുള്ള അഥവാ കുല ചെയ്യുവാനുള്ള സ്ത്രീയുടെ അവകാശം നിരുപാധികമാണോ? അതോ അതിന് വല്ല ഉപാധികളോ നിയന്ത്രണങ്ങളോ ഉണ്ടോ? കോടതിക്ക് പുറത്ത് വിവാഹബന്ധം വേർപെടുത്താൻ മുസ്ലിം സ്ത്രീകൾക്ക് അവകാശം ഉറപ്പാക്കുന്ന കുൽഅ് അഥവാ കുല സമ്പ്രദായം ശരിവച്ച ഹൈക്കോടതി വിധി ശരീഅത്ത് വിരുദ്ധമാണോ? ആ വിധിക്കെതിരെ മുസ്ലിം സംഘടനകൾ സുപ്രീം കോടതിയെ സമീപിച്ചത് എന്തിനാണ്? മുസ്ലിം സ്ത്രീകളെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിയമപ്രശ്നമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. നിയമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രം അവതരിപ്പിക്കുന്ന ഈ ചാനലിലെ പുതിയ അപ്ഡേറ്റുകൾ അപ്പോൾ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി അമർത്തുന്നത് നന്നായിരിക്കും. അപ്പോൾ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുൽഅ്, അറബിയിൽ കുൽഅ് എന്നാണ് പറയുന്നത്. സൗകര്യത്തിന് നമുക്ക് കുല എന്ന് തന്നെ ഉച്ചരിക്കാം. എന്താണ് കുല? മഹർ ഉൾപ്പെടെ ഭർത്താവിൽ നിന്ന് കൈപ്പറ്റിയ പണവും മറ്റും തിരിച്ചു നൽകി സ്ത്രീ സ്വയം വിവാഹമോചനം നേടുന്ന, വിവാഹമോചനം പ്രഖ്യാപിക്കുന്ന സമ്പ്രദായമാണ് കുൽഅ് അഥവാ കുല. ഇസ്ലാമിക ശരീഅത്തിൽ അനുവദിച്ച ഒരു വിവാഹമോചന രീതിയാണിത്. എന്നാൽ ഇതിൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എക്സ്ട്രാ ജുഡീഷ്യലായി, അതായത് കോടതിക്ക് പുറത്തു വെച്ച് വിവാഹബന്ധം വേർപെടുത്താൻ മുസ്ലിം സ്ത്രീക്ക് അവകാശമില്ലെന്നായിരുന്നു വളരെ കാലമായി ഉള്ള വിശ്വാസം. സ്ത്രീ കൊടുക്കുന്ന മഹറോ നഷ്ടപരിഹാരമോ സ്വീകരിച്ച് പുരുഷൻ തലാക്ക് നൽകുന്നതാണ് കുലയുടെയും യഥാർത്ഥ നടപടിക്രമം എന്ന് വാദിക്കുന്നവരുണ്ട്. 1972 KC മോയനും നഫീസത്ത് ബീവിയും തമ്മിലുള്ള കേസിൽ എക്സ്ട്രാ ജുഡീഷ്യൽ വിവാഹമോചനത്തിന്, അതായത് കോടതിക്ക് പുറത്തു വെച്ചുള്ള വിവാഹമോചനത്തിന് മുസ്ലിം സ്ത്രീക്ക് അവകാശമില്ലെന്ന് ജസ്റ്റിസ് വി ഖാലിദിൻ്റെ ബെഞ്ച് വിധിച്ചിരുന്നു. ആ കേസിൽ യഥാർത്ഥത്തിൽ വിഷയം കുല് ആയിരുന്നില്ല, അഥവാ കുല ആയിരുന്നില്ല, ഫസ്ക് ആയിരുന്നു ആ കേസിലെ വിഷയം. ഒരു മതപണ്ഡിതൻ്റെ ഉപദേശം സ്വീകരിച്ച് ഭർത്താവിൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ അദ്ദേഹത്തെ ഫസ്ക് ചെയ്ത ആ സ്ത്രീ രണ്ടാം വിവാഹം കഴിച്ചതായിരുന്നു വിഷയം. ഈ കേസിൽ ഭാര്യ ചെയ്തത് നിയമപരമായി തെറ്റാണെന്നും സ്ത്രീക്ക് കോടതിക്ക് പുറത്ത് സ്വമേധയാ വിവാഹബന്ധം വേർപെടുത്താൻ അവകാശമില്ലെന്നുമായിരുന്നു കേരള ഹൈക്കോടതിയുടെ വിധി. ഏകദേശം 50 വർഷം പഴക്കമുള്ള ആ വിധി ദുർബലപ്പെടുത്തിക്കൊണ്ടാണ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖും CS ഡയസും അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് പുതിയ വിധി പുറപ്പെടുവിച്ചത്. ആ വിധിയാണ് മുസ്ലിം സ്ത്രീയുടെ വിവാഹമോചന അവകാശങ്ങൾ അല്ലെങ്കിൽ കുല വീണ്ടും ചർച്ചയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. കുലയിലൂടെ വിവാഹമോചനം നേടാനുള്ള സ്ത്രീയുടെ അവകാശം പുരുഷന് തലാക്ക് എന്ന പോലെ തന്നെ നിരുപാധികമാണെന്നും അതിന് ഭർത്താവിൻ്റെ സമ്മതം ആവശ്യമില്ലെന്നുമാണ് കേരള ഹൈക്കോടതി വ്യക്തമാക്കിയത്. ആ അവകാശം മുസ്ലിങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥമായ ഖുർആനിൽ സ്ത്രീകൾക്ക് നൽകിയതാണ്. 3 വ്യവസ്ഥകൾ പാലിച്ചാൽ കുല സാധുവാകുമെന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. വിവാഹബന്ധം ഒഴിയുന്നുവെന്ന ഭാര്യയുടെ സത്യപ്രസ്താവന, മഹറായോ മറ്റോ വൈവാഹിക ജീവിതത്തിനിടെ കൈപ്പറ്റിയ പണമോ മറ്റു വസ്തുക്കളോ ഉണ്ടെങ്കിൽ അത് തിരിച്ചു നൽകാമെന്ന വാഗ്ദാനം, കുല പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അനുരഞ്ജനത്തിനോ ഒത്തുതീർപ്പിനോ ശ്രമം നടത്തുക. ഈ 3 സംഗതികൾ ഒത്തുവന്നാൽ, ഈ 3 സംഗതികളും ഓക്കെ ആണെങ്കിൽ സ്ത്രീ കുല വഴി പ്രഖ്യാപിക്കുന്ന വിവാഹമോചനം സാധുവായിരിക്കും. ഇസ്ലാമിക പക്ഷത്തുള്ളവരുടെ വാദം പക്ഷേ വേറെയാണ്. വിവാഹമോചനം ആഗ്രഹിക്കുന്ന ഭാര്യ മഹർ തിരിച്ചു നൽകി ഭർത്താവിൽ നിന്ന് വിവാഹമോചനം ആവശ്യപ്പെടണമെന്നും അയാൾ നിരസിച്ചാൽ കാലിയെ അല്ലെങ്കിൽ കോടതിയെ സമീപിക്കണം എന്നുമാണ് അവർ പറയുന്നത്. മുസ്ലിം സ്ത്രീക്ക് ഭർത്താവിൽ നിന്ന് വിവാഹമോചനം നേടാൻ അവകാശമുണ്ടെങ്കിലും അത് നിരുപാധികമല്ല, അല്ലെങ്കിൽ ഉപാധികളോടെ ഉള്ള അവകാശമാണെന്നാണ് ശരീഅത്ത് അനുകൂലികളായ ഈ കൂട്ടർ പറയുന്നത്. ലോകത്തെവിടെയും മുസ്ലിം സ്ത്രീക്ക് അത്തരമൊരു അവകാശമില്ലെന്നും അവർ വാദിക്കുന്നു. ഖുർആനിലെ 2-ാം അധ്യായമായ അൽ ബക്കറ അഥവാ പശു എന്ന അധ്യായത്തിലെ 229-ാം വചനം അവലംബിച്ചാണ് കേരള ഹൈക്കോടതി കുലയുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ഈ വിധി പുറപ്പെടുവിച്ചത്. പ്രസ്തുത വചനത്തിൽ സ്ത്രീകൾക്ക് സ്വന്തം ആഗ്രഹപ്രകാരം വിവാഹമോചനം നേടാനുള്ള അവകാശം കൃത്യമായി വകവെച്ച് നൽകുന്നുണ്ട്, അല്ലെങ്കിൽ കൃത്യമായി വ്യക്തമാക്കുന്നുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടുന്നു.
കുല ചെയ്യുന്ന സ്ത്രീ മഹർ ഉൾപ്പെടെ ഭർത്താവിൽ നിന്ന് കൈപ്പറ്റിയ പണവും മറ്റും തിരിച്ചു നൽകേണ്ടതാണ്. തിരിച്ചു നൽകിയില്ലെങ്കിൽ, അഥവാ ഈ കുല ചെയ്യുന്ന സ്ത്രീ മഹറും മറ്റും തിരിച്ചു നൽകിയില്ലെങ്കിൽ ഭർത്താവിന് കോടതിയെ സമീപിക്കാം. അല്ലാതെ ഈ മഹറും മറ്റും പാരിതോഷികങ്ങളൊക്കെ തിരിച്ചു നൽകാനുള്ള ഓഫർ ഭർത്താവ് സ്വീകരിച്ചാൽ മാത്രമേ കുല പ്രാബല്യത്തിൽ വരൂ എന്ന് പറഞ്ഞതിന് അർത്ഥമില്ലെന്നും ഹൈക്കോടതി വിധിയിൽ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. കുല ചെയ്യാൻ മുസ്ലിം സ്ത്രീക്ക് ഖുർആൻ നൽകിയ അവകാശം പരമമാണ്, അഥവാ നിരുപാധികമാണ്. അതിന് പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഒന്നും പറയുന്നില്ല. അതിന് പ്രത്യേക നടപടിക്രമങ്ങളും ഖുർആൻ നിഷ്കർഷിച്ചിട്ടില്ല. പക്ഷേ സംഗതി നീതിപൂർവമായിരിക്കണം. കാരണം പുരുഷനും നീതി ലഭിക്കണം. അതായത് ഒരു സ്ത്രീ കുൽ നടത്താൻ അനുമതി തേടിയെത്തിയപ്പോൾ മഹറും ഭർത്താവ് നൽകിയ തോട്ടവും തിരിച്ചു നൽകാൻ മുഹമ്മദ് നബി നിർദ്ദേശിച്ചത് അതുകൊണ്ടാണ്. അത് കുൽഇനുള്ള ഒരു പ്രീ കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു മുൻകൂർ വ്യവസ്ഥയല്ല. അതായത് അവ തിരിച്ചു നൽകിയാലേ കുല സംഭവിക്കൂ എന്നില്ല. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, നിയമപരമായി ലഭിക്കുന്ന ഒരു അവകാശത്തെ അത് നടപടിക്രമവുമായി ബന്ധപ്പെട്ട നീതിയുമായി കൂട്ടിക്കുഴക്കേണ്ടതില്ലെന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. സ്ത്രീ കുല വഴി വിവാഹമോചനം നേടുമ്പോൾ മഹറോ നഷ്ടപരിഹാരമോ ആവശ്യപ്പെടാൻ ഭർത്താവിന് നിയമപരമായി അവകാശമുണ്ടെന്നേ അതിന് അർത്ഥമുള്ളൂ. കുല് വഴി വിവാഹമോചനം നേടാനുള്ള മുസ്ലിം സ്ത്രീയുടെ അവകാശം നിരുപാധികമാണെന്നാണ് ഇതൊക്കെ വ്യക്തമാക്കുന്നതെന്നും കോടതി വിശദീകരിക്കുന്നു. തൊലോക്കാണെങ്കിലും കുൽ ആണെങ്കിലും ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഏകപക്ഷീയമായി വിചാരിച്ചാൽ മതി. ഭാര്യ തീരുമാനിച്ചാൽ ഭർത്താവിനെ മൊഴിചൊല്ലാം, ഭർത്താവ് വിചാരിച്ചാൽ ഭാര്യയെ മൊഴിചൊല്ലാം. മറ്റൊരു വിവാഹമോചന സമ്പ്രദായമായ മുബാറാത്ത് വഴിയാണ് വിവാഹമോചനമെങ്കിൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും സമ്മതം വേണം. തലാഖെ തഫ്വീസ് ആണെങ്കിലും അങ്ങനെ തന്നെ, രണ്ടുപേരുടെയും സമ്മതം വേണം. നേരെ മറിച്ച് സ്ത്രീക്ക് വിവാഹമോചനം നേടാനുള്ള മറ്റൊരു സമ്പ്രദായമായ ഫസ്ക് ആണെങ്കിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഇതിൽ ഏകപക്ഷീയമായി തീരുമാനമെടുക്കാൻ പറ്റില്ല. കോടതിയാണ് ഫസ്കിൻ്റെ കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നത്. മുസ്ലിം വിവാഹമോചന നിയമത്തിലെ, അതായത് ഡിസൊല്യൂഷൻ ഓഫ് മുസ്ലിം മാരേജസ് ആക്റ്റിൽ പറയുന്ന ഉപാധികളൊക്കെ പാലിക്കേണ്ടതുണ്ട്. അതിൽ പറയുന്ന കാരണങ്ങൾ കോടതി മുമ്പാകെ ബോധിപ്പിക്കേണ്ടത് ഭാര്യയുടെ ബാധ്യതയാണ്. ഫസ്കിനെ കുറിച്ച് പിന്നീട് വിശദമായ വീഡിയോ ചെയ്യാം. ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വിവാഹമോചന രീതിയാണ് ഫസ്ക്. അതിൻ്റെ നിയമവശങ്ങൾ അറിയാത്തതുകൊണ്ട് പലരും നിയമത്തിൻ്റെ നൂലാമാലകളിൽ ചെന്നുപെടാറുണ്ട്. നേരത്തെ പറഞ്ഞ KC മോയൻ കേസിലും സംഭവിച്ചത് അതാണ്. ഈ കേസിൽ ഏതോ ഒരു മൗലവിയുടെ ഉപദേശം കേട്ടാണ് ആ സ്ത്രീ ഫസ്ക് ചെയ്ത് വേറെ വിവാഹം ചെയ്തത്. ഭാര്യയ്ക്കും രണ്ടാം ഭർത്താവിനുമെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 494 വകുപ്പ് പ്രകാരം ആദ്യ ഭർത്താവ് കേസിന് പോയി. ഒരു വിവാഹം നിലനിൽക്കെ രണ്ടാം വിവാഹം ചെയ്തെന്നായിരുന്നു പരാതി. താൻ ഫസ്ക് വഴി വിവാഹം ബന്ധം വേർപെടുത്തിയെന്നായിരുന്നു സ്ത്രീയുടെ വാദം. കോടതി വഴിയല്ലാതെ ഫസ്ക് ചെയ്യുന്നത് നിയമവിരുദ്ധമാണെന്നും അത് നിലനിൽക്കില്ലെന്നുമായിരുന്നു ജസ്റ്റിസ് ഖാലിദിൻ്റെ ബെഞ്ച് വിധിച്ചത്. കുല ചെയ്ത പെണ്ണിന് ഭർത്താവ് ചെലവിന് കൊടുക്കേണ്ടതുണ്ടോ എന്നതാണ് മറ്റൊരു വിഷയം. കുല പ്രകാരം വിവാഹമോചനം നേടിയ സ്ത്രീക്ക് മുൻ ഭർത്താവിൽ നിന്ന് ചെലവിന് ആവശ്യപ്പെടാൻ അവകാശമുണ്ടാകില്ല. കാരണം ഭർത്താവിന് മഹർ ഉൾപ്പെടെ നഷ്ടപരിഹാരമൊക്കെ നൽകിയാണ് കുല ചെയ്യുന്നത്. നൗഷാദ് ഫ്ലറിഷും അഖില നൗഷാദും തമ്മിലുള്ള കേസിൽ കേരള ഹൈക്കോടതി ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വിധിയും ഈയിടെയാണ് പുറത്തു വന്നത്. ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്ന ഈ കേസിലെ ഹർജിക്കാരിക്ക് കുല പ്രാബല്യത്തിൽ വന്ന ദിവസം വരെ ചെലവിന് നൽകാനാണ് ജസ്റ്റിസ് A ബദറുദ്ദീൻ്റെ ബെഞ്ച് വിധിച്ചത്. കുല ഭർത്താവ് അംഗീകരിച്ചില്ലെങ്കിൽ എന്തു ചെയ്യും? അതാണ് അടുത്ത ചോദ്യം. നേരെ കുടുംബ കോടതിയെ സമീപിക്കാനാണ് ജസ്റ്റിസ് മുസ്താഖിൻ്റെ വിധിയിൽ പറഞ്ഞിരിക്കുന്നത്. ഹൈക്കോടതിയുടെ നിർദ്ദേശം അതാണ്. അങ്ങനെ സമർപ്പിക്കപ്പെടുന്ന ഹർജികളിൽ വിവാഹബന്ധം അവസാനിപ്പിച്ചതായി പ്രഖ്യാപിക്കുക മാത്രമേ കോടതികൾ ചെയ്യേണ്ടതുള്ളൂ എന്നും ആ വിധിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കുലയുമായി ബന്ധപ്പെട്ട മദ്രാസ് ഹൈക്കോടതിയിലെത്തിയ ഒരു കേസ് കൂടി പറയാം. കുല ചെയ്ത ശേഷം അത് സാക്ഷ്യപ്പെടുത്താൻ ശരീഅത്ത് കൗൺസിലുകൾക്കോ മുസ്ലിം ജമാഅത്തുകൾക്കോ അധികാരമില്ലെന്നായിരുന്നു മദ്രാസ് ഹൈക്കോടതിയുടെ വിധി. മുഹമ്മദ് റാഫിയും തമിഴ്നാട് സ്റ്റേറ്റും തമ്മിലുള്ള കേസിൽ ആണ് ഈ വിധി പ്രസ്താവം ഉണ്ടായത്. ശരീഅത്ത് കൗൺസിൽ സാക്ഷ്യപ്പെടുത്തി നൽകിയ അത്തരമൊരു കുല സർട്ടിഫിക്കറ്റ് ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തു. ദമ്പതികളോട് തമിഴ്നാട് ലീഗൽ സർവീസ് അതോറിറ്റിയെയോ കുടുംബ കോടതിയെയോ സമീപിച്ച് തർക്കം തീർക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. നേരത്തെ
ബദർ സയീദും യൂണിയൻ ഓഫ് ഇന്ത്യയും തമ്മിലുള്ള കേസിലും മദ്രാസ് ഹൈക്കോടതി ഇതേ കാര്യം വ്യക്തമാക്കിയിരുന്നു. ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ ഇഷ്യൂ ചെയ്യരുതെന്ന് കാസിമാരെ പോലുള്ള അധികാരികളെ ഹൈക്കോടതി ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അല്ലെങ്കിൽ അങ്ങനെ സർട്ടിഫിക്കറ്റുകൾ ഇഷ്യൂ ചെയ്യുന്നതിൽ നിന്ന് അത്തരം അധികാരികളെ ഹൈക്കോടതി വിലക്കുകയാണ് ചെയ്തത്. മാത്രമല്ല, ഇത്തരം മതാധികാരികൾ പുറപ്പെടുവിക്കുന്ന ഫത്വകൾക്ക് അല്ലെങ്കിൽ സാക്ഷ്യപത്രങ്ങൾക്കൊന്നും നിയമസാധുതയില്ലെന്ന് നേരത്തെ തന്നെ വിശ്വമതനും യൂണിയൻ ഓഫ് ഇന്ത്യയും തമ്മിലുള്ള കേസിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയതുമാണ്. അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ്: കുല ചെയ്യാനുള്ള മുസ്ലിം സ്ത്രീയുടെ അവകാശം നിരുപാധികമാണ്, പരമമാണ്. ഭർത്താവുമായി ഒത്തുപോകാൻ പറ്റുന്നില്ലെങ്കിൽ, ന്യായമായ കാരണമുണ്ടെങ്കിൽ ആ അവകാശം പ്രയോഗിക്കാവുന്നതാണ്. ഭർത്താവും മഹല്ല് കമ്മിറ്റിക്കാരും അംഗീകരിക്കുന്നില്ലെങ്കിൽ കുടുംബ കോടതിയെ സമീപിച്ചാൽ മതി. പ്രശ്നം അതല്ല. കോടതിക്ക് പുറത്ത് വിവാഹമോചനം നേടാനുള്ള മുസ്ലിം സ്ത്രീകളുടെ അവകാശം സംരക്ഷിക്കുന്ന കേരള ഹൈക്കോടതിയുടെ ഈ സുപ്രധാന വിധിയെ ചോദ്യം ചെയ്ത് കേരള മുസ്ലിം ജമാഅത്തും മറ്റും സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ജസ്റ്റിസ് AS ബൊപ്പണ്ണയും ജസ്റ്റിസ് സഞ്ജയ് കുമാറും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. കോടതിയുടെ ഇടപെടലിലൂടെ മാത്രമേ കുല ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഹർജിക്കാരുടെ വാദം. കേസിലെ വിധി എന്താകുമെന്നറിയാൻ നമുക്കും കാത്തിരിക്കാം. നിയമവുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.